ഹായ്, എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയാൻ പോവാണ് കേട്ടോ. 1 സെക്കൻഡ് പറയാം. എന്താന്ന് വെച്ചാല് മറ്റന്നാള് എന്റെ ബർത്ത്ഡേ ആണ്. സോ എല്ലാവരെയും എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാണ്. അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഓ, അതൊക്കെ ഉണ്ടാവോ? അല്ല സാറേ, നിനക്ക് ഏത് ഫ്ലേവർ ഇഷ്ടം? അതെന്താ എന്നോട് ചോദിക്കണേ? എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടം. ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. എനിക്ക് സ്ട്രോബെറി ഇഷ്ടം. അതിന് നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ഹേയ്, അതുകൊണ്ടല്ല ജാസ്മിൻ, എനിക്കിഷ്ടം ചോക്ലേറ്റാ. അതുകൊണ്ടാ ചോദിച്ചേ. വേറെ ആർക്കെങ്കിലും ചോക്ലേറ്റ് ഇഷ്ടമുണ്ടോന്ന്. അത്രേ ഉള്ളൂ. ജാസ്മിനെ കുറെ നേരം സംസാരം നിന്റെ മറ്റവളുണ്ടല്ലോ സാറ, രണ്ടുപേരും കൂടി ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് നേടിയിട്ടുള്ള ട്രോഫി ഉണ്ടല്ലോ. ഇപ്പൊ രണ്ടുപേരും കയ്യിലില്ലല്ലോ. മിണ്ടാതെ അവിടെ ഇരുന്നോ. അറിയാം ഞങ്ങൾ കൈക്കിലില്ലാന്ന്. അത് എന്റെ കൈക്കിലാണെന്നും ഞങ്ങൾക്കറിയാം. തന്നെ നിങ്ങൾ ട്രോഫി ഇട്ടിട്ട് വേണല്ലോ എനിക്ക് ജീവിക്കാന്. മതി മോളെ. എനിക്ക് ട്രോഫി കിട്ടിയപ്പോഴേ അസൂയ ഉണ്ടായിരുന്നു. അൺഫെയർ ആയിട്ടുള്ള ജഡ്ജസ്മാരെ കൊണ്ടുവന്നേ. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചേ. അപ്പൊ ഇതാണ് കാരണം. സാറ് രാവിലെ മുതലേ ഭയങ്കര വിഷമത്തിലായിരുന്നു. അതേപോലെ തന്നെ ഒന്ന് സംസാരിക്കുന്ന പോലില്ലായിരുന്നു. അപ്പൊ ജാസ്മിന് ഓളെ ട്രോഫി എടുത്തില്ലേ. എന്തൊരു കഷ്ടം ഇത്. കഷ്ടപ്പെട്ട് നേടിയതും പോരാ, ആ ട്രോഫി എടുത്ത് വെച്ചിരിക്കണേ. പിന്നെ നീ നല്ല കാര്യം ചെയ്തത്. ഞങ്ങളെ ജാൻമേടത്തെ പൂട്ടിട്ടതും പോരാ. അല്ല പിന്നെ ജാൻമേടത്തെ ഞാൻ എന്നല്ല പൂട്ടിട്ടത്. ഏത് ജാൻമേടം എനിക്കൊന്നും അറിഞ്ഞൂടാ. പച്ചക്കള്ളം. എന്നെയാണ് ജാൻമേടത്തെ പൂട്ടിട്ടത്. എന്നോട് ജാൻമേട പറഞ്ഞതുമാണ്. ഒരു വയലറ്റ് ഡ്രസ് ഇട്ട പെണ്ണാണ് എന്നെ പൂട്ടിട്ടേന്ന്. അന്റെ ഒപ്പം ഉണ്ടല്ലോ ടിഞ്ചു, ഓൾ എന്നെയാണ്. ടിഞ്ചുള്ള പൂട്ടിട്ടെ ഞാനാണോ? അല്ലല്ലോ, ഞാനല്ലോ അവളെ പിന്നിലേ. മനസ്സാവാച കർമ്മ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനല്ല പൂട്ടിട്ടെ. അതെന്നെ. പിന്നെ വയലറ്റ് ഡ്രസ് ഇട്ടത് ജനല്ലേ? അല്ലട പെണ്ണേ, ഈ ലോകത്ത് ഇക്കേന്നുള്ളൂ വയലറ്റ് ഡ്രസ്. ഓഹോ, ഇതെന്താ ക്ലാസ്സിന്റെ ചന്തേ? അത് പിന്നെ പ്രിൻസിപ്പൾ അവളാ. അല്ല ഓളാ. അല്ല അവളാ. അല്ല പ്രിൻസിപ്പൾ ഓളാണ്. അല്ല 100 വട്ടം അല്ല, ഓൾ തന്നെയാണ്. അല്ല പ്രിൻസിപ്പളേ, ഓളാണ്. അല്ല അവളാ. സൈലൻസ്. നിങ്ങൾക്കല്ലേ മാർച്ചിൽ എക്സാം എഴുതേണ്ടത്? എന്തെങ്കിലും പഠിച്ചു വെച്ചുക്കണോന്ന്. അത് തന്നെ തമാശ. ഒരൊറ്റ കൂട്ടിന്റെ കയ്യിൽ ബുക്കില്ലാതെ നിങ്ങൾ എന്ത് കുന്താ പഠിച്ചേ? അത് പിന്നെ ഞാനൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചാ വന്നേ. തന്നെ ഞാനൊരു ടീച്ചർ ക്ലാസ് വിടാട്ടോ. ആ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾ ആർക്ക് ക്ലാസ് നിൽക്കണമെന്ന് തീരുമാനിക്കുമല്ലോ. അപ്പൊ ഇച്ച് പേരീന്ന് പഠിക്കലുണ്ടല്ലേ? എന്താണ് ടിൻഡോ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. ബുക്ക് കണ്ടിട്ട് കാലം മറന്നു ഞാനൊക്കെ. ഞാൻ വിചാരിച്ചു പഠിച്ചിക്കണെന്ന്. സമാധാനായി. ഹിന്ദിയോ? അല്ല മലയാളം. കണ്ട പെണ്ണെ, ഹിന്ദി ടീച്ചർ വന്നിരിക്കണേ. മനസ്സിലായി. എനിക്കാണെങ്കിൽ ഹിന്ദി ഒട്ടും അറിയില്ലേടി. എനിക്ക് പിന്നെ നല്ലോണം അറിയാം. എന്റെ മുഖം കണ്ടാ നിനക്ക് അറിഞ്ഞൂടെ? എന്തായാലും അന്റെ മുഖം കാണുമ്പോ സന്തോഷം തന്നെ. കാരണം അന്റെ മുഖത്ത് എഴുതി വെച്ചിക്കണേ എനിക്കൊന്നും അറിയില്ലാന്ന്. അല്ല കുട്ടികളെ, എന്തൊരു ബഹളം പുറത്ത് കേൾക്കണേ. ഇത് കേട്ടിട്ട് നിങ്ങളെ ഇഞ്ചി പരുവാക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. നല്ലോണം തരാട്ടോ. ഹിന്ദിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. അറിയോന്ന് നോക്കണല്ലോ. എന്തായാലും ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് തുടങ്ങാം. എന്താടി അത്? മുഖത്തൊക്കെ നല്ലോണം ബ്ലഷ് ഒക്കെ ഇട്ട് വന്നിക്കണല്ലോ. ആരെ കാണിക്കാനാ? ഒന്നുമില്ല മിസ്സേ. മിസ് ചോദിക്കി. ശരി എന്നാ, ഞാനൊരു 16 വട്ടം നിങ്ങൾ പറഞ്ഞിങ്ങനെ സർവനാമം പഠിച്ചു വരാനായിട്ട്. ആരും ഇതുവരെ പഠിച്ചു വന്നിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. മിസ് കള്ളം പറയാ. 16 വട്ടം പറഞ്ഞിട്ടില്ല, വെറും 3 പ്രാവശ്യം പറഞ്ഞല്ലോ. ഓഹോ, ആ കണക്കൊക്കെ എഴുതി വെച്ചിക്കണല്ലോ. എന്നാ പിന്നെ ഞാൻ ചോദിക്കട്ടെ അന്നോട് തന്നെ ഫസ്റ്റ്. മിസ്സേ, ഈ കണക്കൊക്കെ എനിക്ക് ഇവള് പറഞ്ഞതാ, ജാസ്മിന്. ഞാനതല്ല. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളൊരു സംസാരം? എന്തായാലും ടിൻജു പറ, ആര് എന്നതിലുള്ള ഹിന്ദി എന്താ? അങ്ങനെയൊക്കെ ചോദിച്ചാല് ആരെന്നല്ലേ? ആണോ? ക്യാ ആണെങ്കിൽ ആ കൈ നീട്ട. നല്ല രീതിയിൽ ക്യാ അങ്ങോട്ട് തരാം. ആൻസർ തെറ്റായിരുന്നല്ലേ? എനിക്ക് എല്ലാ കണക്കും ഇത് മാത്രം അറിയില്ലേ? വേദന ഇല്ലടി, നല്ല സുഖം. നല്ല സുഖമുണ്ടോ? എന്നാല് ഞാനിപ്പോ മേടിക്കാൻ പോണേട്ടോ. ജാസ്മിൻ എനിക്ക് ആൻസർ ഒന്നും അറിയില്ല. അപ്പൊ തന്നെ അടിച്ചോളി. ഓഹോ, വെരി ഗുഡ്. പഠിച്ചിട്ടില്ല എന്ന് പറയാനേ എന്തൊരു ആത്മാർത്ഥത. അതൊന്നും കുഴപ്പമില്ല. ഒന്ന് പെട്ടെന്ന് അടിക്കും മിസ്സേ.
പഠിക്കാം പഠിക്കാനാ ഇതെന്താ ആംബുലൻസാ? ജാസ്മിൻ ആരത്? എബിനോ? എന്താ എബിൻ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഏയ് ഹെൽപ്പിനൊന്നല്ല, ഒരു പണി കൊടുക്കാനാ. പണി കൊടുക്കാനോ? ആർക്കാ പണി കൊടുക്കണ്ടേ? അത് പിന്നെ നിനക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ സാരിക്ക്. ഓ സാരിക്കാണോ? സാരിക്കാണെങ്കിൽ ഞാൻ റെഡിയാ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലേ? നീയും സാറയും തമ്മില്? ഞങ്ങൾ തമ്മിൽ എന്ത്? ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ രാവിലെ സംസാരിച്ചില്ലായിരുന്നോ ചോക്ലേറ്റ് കേക്കിനെ പറ്റി? അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന്. അയ്യേ, ഞാൻ വെറുതെ ചോദിച്ചതാ. ആവൻ സാറ ഓള് വിചാരിച്ചു കാണും നിങ്ങൾക്ക് ഓളോട് എന്തോ ഉണ്ടെന്ന്. അതെ അതെ. അല്ല എന്താ കൊടുക്കണ്ടേ അവൾക്ക് ഒരു പണി? അതെന്താന്ന് വെച്ചാല് നിങ്ങളിന്ന് രാവിലെ സംസാരിച്ചില്ലായിരുന്നോ ഓളെ ട്രോഫി അതിന്റെ അടുത്തുണ്ടെന്ന്? അതിനൊന്നുമില്ല, ആ ട്രോഫി എനിക്ക് വേണം. നോ 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 എബിൻ നോ, അതെനിക്ക് തരാൻ പറ്റില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തത് അത്. അല്ല അത് ഞാൻ എനിക്ക് തന്നാ അതെങ്ങനെ ഓൾക്കിട്ടൊരു പണിയാവുക? അത് പിന്നെ ഞാൻ ഓളെ മുന്നിന്ന് ആ ട്രോഫി ഇങ്ങ് പൊട്ടിക്കോ. അത് എനിക്കും ചെയ്യാൻ അറിയാലോ, ഞാൻ ചെയ്താ പോരെ ഓളെ മുന്നിൽ നിന്ന്? എന്താ ജാസു ഇത്? ഞാൻ നിന്നോട് ആദ്യമായിട്ടല്ലേ ഒരു കാര്യം ചോദിക്കണേ, അത് നിനക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാല് ഞാൻ വിചാരിച്ചു. നീ എന്താ വിചാരിച്ചേ? ഞാൻ എന്ത് പറഞ്ഞാലും അത് നീ എനിക്ക് സാധിച്ചു തരുന്ന. അതിലെന്താ എബിൻ ഡൗട്ട്? അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്തല്ലോ. പിന്നെന്താ ജാസു ഇത് ചെയ്യാനൊരു മടി? എന്തായാലും നീ വന്നതല്ലേ, ഇവിടെ ഇരിക്കേ. ഇരിക്കാനോ? ഇരിക്കാനാണെങ്കിൽ ഇവിടെ മൊത്തം ചെളിയല്ലേ? ഇവിടെ ഒന്നും ചെളിയില്ല, ഇവിടെ ഞാൻ തുടച്ചിട്ടേ ഇരിക്കണേ. നീ ഞാൻ ഇരുന്ന സ്ഥലത്ത് ഇരുന്നോ? അതിനൊന്നും നേരമില്ലടി. മറ്റുള്ളവരെന്താ വിചാരിക്കുക? മറ്റുള്ളവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ. ഇല്ല ഇല്ല, എന്റെ മമ്മി കണ്ട വൻ ഇഷ്യൂ ആവും. അതെ അതെ അത് കറക്റ്റാ. ഇരിക്കണ്ട ഇരിക്കണ്ട. അതാ പറഞ്ഞേ. ജാസ്മിൻ എന്റെ ട്രോഫി. ട്രോഫിക്ക് തരാം. ക്ലാസ്സിലോട്ട് വാ, എന്റെ ബാഗിലുണ്ട്. ബാഗിലുണ്ടാ? ഞാൻ എടുത്തോളാം. എന്നാ ശരി, ആരും കാണാതെ എടുക്കണേ. പിന്നെ ട്രോഫി പൊട്ടിക്കണ മുന്നേ എന്നെ വിളിക്കണം, എനിക്കും കാണണം. അതിനെന്താ? പിന്നെ ഒരുപാട് താങ്ക്സ് കേട്ടോ ജാസു. വെൽക്കം വെൽക്കം. എന്തായാലും എന്ത് ചോദിച്ചാലും അതങ്ങ് സാധിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഓനക്കത് വിഷമാവൂലേ. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല. സാറിക്കെന്താ രാവിലെ മുതൽ ഭയങ്കര വിഷമാണല്ലോ മുഖത്ത്? ഇതൊക്കെ എന്നെ ഇഷ്ടല്ലേ, സങ്കടപ്പെടണോ സന്തോഷപ്പെടണോ എന്നൊക്കെ അത് നിന്നോട് പറയണോ? ഓ ഓക്കെ ഓക്കെ, നീയാണല്ലോ സ്കൂളിലെ ലീഡർ, നിനക്ക് എന്തോ ചെയ്യാലോ. അതിനിപ്പോ എന്താ, ഞാൻ നല്ല കഷ്ടപ്പെട്ടിട്ടാ വോട്ട് ചോദിച്ചേ, നിന്നെ പോലെ കള്ളത്തരം കാട്ടിയതല്ല. ഓ മതി മതി മതി, ഈ സംസാരം കുറച്ച് നീണ്ടു പോവേയുള്ളൂ. അതെന്നെ ഞാൻ പറഞ്ഞേ, ഒന്ന് നിർത്തി പോവാൻ നോക്ക്. ശരി 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 ശരി, ഞാൻ നിനക്കൊരു സാധനം തെറ്റേ, നിനക്ക് അത് കണ്ട എന്തായാലും സന്തോഷം വരും. ഇവരെന്തീ സംസാരിക്കണേ? എന്ത് സാധനം എനിക്ക് തരാൻ പോകുന്നേ? സന്തോഷപ്പെടാനായിട്ട് നല്ല പണിയും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അതോ ഇവരങ്ങ് സംസാരിക്കണേ. എന്തായാലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്കാം. ഹലോ, എന്തെങ്കിലും സംസാരിക്കൂ. അത് പിന്നെ എനിക്കൊന്നും വേണ്ട. അതെനിക്ക് മനസ്സിലായി, നീ ഉറപ്പായിട്ടും വേണ്ടെന്ന് എന്നെ പറയുള്ളൂന്ന്. പിന്നെന്തിനാ ചോദിച്ചേ? നിന്നോടൊക്കെ സംസാരിക്കാൻ വന്നാ എന്നെ വേണം തല്ലാനായിട്ട്. എന്തായാലും ഇത് ഞാൻ തന്നിരിക്കുന്നു, നീ വേണ്ടെന്ന് പറഞ്ഞാലും വേണമെന്ന് പറഞ്ഞാലോ. അതിനർത്ഥം അപ്പൊ ഇവനായിരുന്നില്ലേ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു? വെറുതെ ജാസ്മിനായിട്ട് വഴക്കിട്ടു. ഇവരെന്തിനാണാവോ ഇങ്ങനെയൊക്കെ ചെയ്യണേ? അപ്പൊ നീയാണല്ലേ ഇതെടുത്തത്? പാവം പെൺകുട്ടിയല്ലെന്ന് വിചാരിച്ചിട്ടാ ഇത് തേടി പിടിച്ച് നിനക്ക് തന്നത്. അപ്പൊ ഞാനാ ഇതെടുത്തതില്ലേ? പിന്നെ നിനക്ക് എവിടെ നിന്നാ? അത് പിന്നെ ജാസ്മിനോട് ഞാന് എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് മേടിച്ചതാ ഞാനിത്. അപ്പോ ജാസ്മിൻ എന്ത് ചോദിക്കുകയാണെങ്കില് നീ തട്ടിപ്പറിച്ച് മേടിച്ചതാ എന്ന് പറഞ്ഞാ മതി. അയ്യോ ക്ഷമിക്കണം കേട്ടോ എബിനെ. ഏയ് അതിനൊന്നും ആവശ്യമില്ല, അനക്കൊരു തെറ്റ് പറ്റിയതല്ലേ. ഓക്കെ ഓക്കെ താങ്ക്സ്. ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതല്ലേ ഈ ട്രോഫി. ഈ കാരണം എനിക്ക് ഈ ട്രോഫി വീണ്ടും കിട്ടിയേ. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കൂല. ശരി എന്നാ ഞാൻ പോട്ടെട്ടോ. ഓക്കെ ഓക്കെ. ഇതെന്തായാലും എബിന്റെ പ്ലാൻ ആയിരിക്കോ? അല്ലെങ്കിൽ ഫസ്റ്റ് എന്നോട് ദേഷ്യം കടിച്ച ഇവൻക്ക് എങ്ങനെ എന്നോട് ഇപ്പോ സഹതാപം കാണിക്കാൻ തോന്നൂ? മമ്മി, എന്റെ ക്ലാസ്സിലെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ ബർത്ത്ഡേ പാർട്ടിക്ക്. ഓക്കെ ഓക്കെ. അപ്പോ മെയിൻ പ്രശ്നം എന്താ വെച്ചാല് കുറേ സാധനം വേണ്ടി വരും. അതെ കുറേ സാധനം വേണ്ടി വരും. അല്ല അപ്പു, നീ എന്തിനാപ്പോ എല്ലാരും വിളിച്ചേ? ഒരു 1-2 ഫ്രണ്ട്സ് ആള് വിളിച്ചാ പോരായിരുന്നോ? അത് പിന്നെ മമ്മി, നമ്മുടെ ലാസ്റ്റ് ഇയർ അല്ലേ സ്കൂളത്തെ, അതുകൊണ്ടാ. അല്ല മോനെ, ആ സാറിനെ വിളിച്ചിട്ടുണ്ടോ? എന്താ മമ്മി ഇത്, എല്ലാരും വിളിച്ചിട്ട് ഓളെ മാത്രം വിളിച്ചില്ലെങ്കിൽ ഓളെന്താ കരുതുക? ഓളെന്തെങ്കിലും കരുതിക്കോട്ടെ, അപ്പിച്ചോളെ വിളിച്ച് ചുരുക്കം പറഞ്ഞ. വിളിച്ചു. ഓ അവളെ കാണുന്ന എനിക്ക് ദേഷ്യമാ. മമ്മി, ഈ സംസാരം കൂടി പോവേയുള്ളൂ, അതുകൊണ്ട് അതിനോട് ലിസ്റ്റ് ഒക്കെ എഴുതാൻ നോക്ക്. അതെ അതെ, ഒരു 6 കിലോ പഞ്ചസാര എഴുതാം, കൊറേ സാധനം ഉണ്ടാക്കേണ്ടി വരുമല്ലോ. എഴുതിക്കോ. അല്ല മോനെ, പായസം മാത്രമേ ഉള്ളൂ, വേറൊന്നും വേണ്ട?
എന്താ മമ്മി ഇത്? പായസം മാത്രമല്ലേ വീട്ടിലുണ്ടാക്കാവുന്നുള്ളൂ. ഐസ്ക്രീമും കേക്കും ഒക്കെ പുറത്തുനിന്ന് മേടിച്ചാ പോരെ? കേക്കാണെങ്കിൽ എന്തായാലും സ്ട്രോബെറി മേടിച്ചാ മതിട്ടോ. മമ്മിക്ക് അതാടാ ഇഷ്ടം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ചോക്ലേറ്റിന് മതി. അതുള്ളല്ലോ, ചോക്ലേറ്റ് വേണ്ട, സ്ട്രോബെറി മതി. ചോക്ലേറ്റ് എന്താ ഒരു കയ്പ് ടേസ്റ്റാ. എന്താണ് മമ്മി, ചോക്ലേറ്റ് ഞങ്ങൾ ക്ലാസ്സിലെ കുറെ കുട്ടികൾക്ക് ഇഷ്ടം. സാർക്ക് വരെ അതാണ് ഇഷ്ടം മമ്മി. കൊള്ളട മോനെ, സാറെ പറയുന്നത് നീ കേൾക്കുന്നുണ്ടല്ലേ? അപ്പോ ഇത് നിന്റെ നാശത്തിലേക്കുള്ള പോക്കാണ് കേട്ടോ, നാശത്തിലേക്കുള്ള പോക്ക്. എനിക്കെന്താ ഓളോട് എന്തെങ്കിലും ഉണ്ടാ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയാ മമ്മി? ഒന്ന് പോ മമ്മി എവിടുന്ന്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഏരിയയില് ഏത് പെണ്ണിനെ വേണ്ടി നിനക്ക് കെട്ടിച്ചരാ. സാറനെ നീ എങ്ങനെ ചോദിച്ചാ അന്ന് നിന്റെ അവസാനായിരിക്കും കേട്ടോ. മമ്മിന്റെ കാല് വേണി പിടിക്കാം. ഈ സംസാരം ഒന്ന് നിർത്തോ? എന്റെ കാല് പിടിക്കാൻ കേട്ട്.